നമസ്കാരം. നമസ്കാരം. UDF സർക്കാർ ഭരണത്തിൽ കയറുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്ന രണ്ടാൾക്കാരുടെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് മുൻ IAS ഉദ്യോഗസ്ഥരുടെ. CPM-ൻ്റെ കാലത്ത് എക്കാലത്തും സസ്പെൻഷനിൽ മാത്രം ഇരിക്കപ്പെട്ട അശോകൻ്റെയും അതേപോലെ തന്നെ അശോകൻ്റെയും പ്രശാന്തിൻ്റെയും എന്താവും എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ UDF സർക്കാർ വന്നു എന്ന് മാത്രമല്ല, വലിയ തരത്തിലുള്ള അപ്പോയിൻമെൻ്റാണ് ഇവരൊക്കെ കൊടുക്കുന്നത്. ഇപ്പം അശോകന് കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയും അദ്ദേഹത്തിന് നിലവിൽ കൊടുത്തിട്ടുള്ളത്. അത് കൊടുക്കുമ്പോൾ തന്നെ SFIയുടെ ഭാഗത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പം സമരം ഉണ്ടായിരുന്നു മിഞ്ഞാന്ന്. അതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെ അശോകന് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അപ്പോയിൻമെന്റ് ചെയ്തതിനെതിരെയാണ് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. മറുവശത്തുകൊണ്ട് വരുമ്പോൾ പ്രശാന്ത്, ഇവർ രണ്ടുപേരും CPM എക്കാലത്തും വേട്ടയാടപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥരായിരുന്നു. പ്രശാന്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് സ്പെഷ്യൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കായികത്തിന്റെ അദ്ദേഹത്തിനാണ് കൊടുത്തിട്ടുള്ളത്. യുവജന വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിനാണ് കൊടുത്തിട്ടുള്ളത്. മ്യൂസിയത്തിന്റെ വകുപ്പ് അദ്ദേഹത്തിനാണ് കൊടുത്തിട്ടുള്ളത്. ആർക്കിയോളജി വകുപ്പ് അദ്ദേഹത്തിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം വന്നു എന്ന് മാത്രമല്ല, ഒരു ലോഡ് വകുപ്പും ഇവർക്കിപ്പം നിലവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ CPM എക്കാലത്തും പോരാടിയ അല്ലെങ്കിൽ എതിർത്ത രണ്ട് നേതാക്കന്മാരെയാണ് കൂടെ കോൺഗ്രസ് കൂട്ടിയിട്ടുള്ളത്. ഇത് കോൺഗ്രസിന് വലിയ തരത്തിലുള്ള തിരിച്ചടി ആവാനാണോ ചാൻസ്, അതല്ല ഇവരുടെ പരിചയസമ്പന്നത മുതൽക്കൂട്ടാവാനാണോ ചാൻസ്? CPM-ന് പറ്റുന്ന പല പ്രാവശ്യം പല മണ്ടത്തരങ്ങൾ വീണ്ടും മണ്ടത്തരങ്ങൾ ആവർത്തനം എന്ന് വേണം പറയാം. VD സതീശൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു ടീമിനെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതിനോ സസ്പെൻഡ് ചെയ്യുന്നതിനോ പുറത്താക്കുന്നതിനോ എതിർക്കാൻ പാടില്ല. ഇവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ പുറത്തു വന്നത്. ഈ അശോകനും പുറത്ത്. അതിനു മുമ്പ് ഇടതുപക്ഷ മുന്നണിയുടെ ഗ്രാഫ് 1957 തൊട്ടെടുത്താൽ, EMS ജയിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ തൊട്ടെടുത്താൽ ഗ്രാഫ്, പോപ്പുലാരിറ്റി ഗ്രാഫ്, ജനങ്ങളുടെ ഗ്രാഫ് ഏറ്റവും കൂടുതൽ ഉയർന്ന സന്ദർഭം എന്ന് പറയുന്നത് ആദ്യകാലം ഭൂപരിഷ്കരണങ്ങളിൽ നടപ്പാക്കിയപ്പോഴൊക്കെ ഉണ്ടാകാം. അതിനേക്കാൾ കൂടുതലായിട്ട് ഉയർന്നത് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മൂന്നാർ കുടിയൊഴിപ്പിക്കലിൻ്റെ സമയത്താണ്. മൂന്നാറല്ലേ, ഹൈറേഞ്ചിലെ കുടിയൊഴിപ്പിക്കലിൻ്റെ സമയത്താണ്. അവർ 3 cats, 3 പൂച്ചകളെന്നാണ് പറഞ്ഞിരുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരുടെ തിളക്കത്തിലാണ് അച്യുതാനന്ദനൊരു ഹീറോ ആയിട്ട് മാറി. ആ ഉദ്യോഗസ്ഥന്മാരുടെ പേര് നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഒന്ന് സുരേഷ് കുമാർ, പണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അച്യുതാനന്ദനെ കുറിച്ച്. 2 ഋഷിരാജ് സിംഗ്, 3 രാജീവ് നാരായണസ്വാമി. ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനും മറ്റൊരു 2 റവന്യൂ സർവീസിലുണ്ടായിരുന്നവരാണ്. ഇവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത നീതിബോധമാണ് കുടിയൊഴിപ്പിക്കലുമായി അച്യുതാനന്ദനെ മുന്നോട്ട് പോകാൻ സഹായത്തില്ല. എല്ലാ കാര്യങ്ങളും ചെയ്ത് അച്യുതാനന്ദനും അവരോടൊപ്പം തോളുണ്ട്. പക്ഷെ ഇത് ചെന്ന് അവസാനം വമ്പന്മാരുടെ വസ്തുവിലേക്ക് ഇത് തൊടുന്നായപ്പോൾ കയ്യേറുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ CPIയുടെ ഓഫീസർ മെയിനായിട്ടൊന്ന്, പിന്നെ ഇവിടുത്തെ ഹൈക്കോടതിയിലെ പ്രമുഖരായ 2-3 വക്കീലന്മാർ, എല്ലാ പാർട്ടികളും നിന്നുള്ള 2-3 വക്കീലന്മാർ, അവരുടെ അവിടുത്തെ കൈകേറിയ സ്ഥലങ്ങൾ, സിനിമാ ഫീൽഡിലുള്ളവരുടെ സ്ഥലങ്ങൾ, ഇത്തരം സ്ഥലങ്ങൾ ഒഴിപ്പിക്കലിൻ്റെ പരിധിയിലേക്ക് വന്നപ്പം ഇതിനെ അട്ടിമറിക്കാൻ തീരുമാനിച്ചു. അവിടെ തൊട്ട് കോടതി എങ്ങനെയാണ് പിന്നീടുള്ള കോടതിയുടെ സമീപനത്തിൽ പോലും വ്യത്യാസം വന്നതായിട്ട് കാണാം. എട്ടുമണിയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ആ ഉദ്യോഗസ്ഥന്മാരുടെ നല്ല പ്രവൃത്തി കൊണ്ട് ആണ് ആര് പേരെടുത്തത്? VS പേരെടുത്തത്. ആ VS-നെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ട് VS ഒരു താരം കൂടെയായി. ഈ മൂന്നാർ കേസ് അട്ടിമറിക്കാൻ ഇവർ ശ്രമിച്ചു. ആര്? ഈ പാർട്ടി CPM-ഉം കോൺഗ്രസും എല്ലാ കൂട്ടത്തിൽ കൂടി ഇവരെല്ലാം കൂടെ ശ്രമിച്ചുകൊണ്ട് അച്യുതാനന്ദൻ ഹീറോ ആയി. അതാണ് ഇപ്പോഴും അച്യുതാനന്ദൻ ആ വില എല്ലാവരും കൊടുക്കുന്നത്. അതുപോലെ തന്നെ സമാനമാണ് ഈ 2 ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം. പിണറായി വിജയൻ നേരെ മറിച്ചാണ് ചെയ്തത്. അത്തരം ആദ്യകാലത്ത് ഇവരെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഇവരെ കൂടെ കൊണ്ടു നടക്കുന്ന അപകടം ചെയ്യും, സ്വന്തം അപകടം വരുമെന്ന് മനസ്സിലായപ്പോൾ പിണറായി വിജയൻ ഇവരെ സൗകര്യത്തോടെ ഒഴിഞ്ഞു. അതുപോലെ വേറെ ഉണ്ട് സെൻകുമാർ. പക്ഷേ ആ പ്രത്യേക പരിധിക്കുള്ളിൽ നിൽക്കും. ഗവൺമെൻറ് പറയുന്ന പരിധിക്കുള്ളിൽ നിൽക്കും. അഡ്വഞ്ചറസ് ആയിട്ട് പോവുകയില്ല, പക്ഷേ വിട്ടുവീഴ്ച ചെയ്യില്ല പല കാര്യങ്ങളിലും. സെൻകുമാറിനെ IG ആക്കാതിരിക്കാൻ ഇവിടെ മുഴുവൻ കളിയും കളിച്ചു. അതിനെ സെൻകുമാറിനെ IG ആക്കാതിരിക്കാൻ സഹായിച്ച ആൾ വേറെ ആരുമില്ല, മോഡിയാണ് സഹായിച്ചത്. മോഡിയുടെ പിന്തുണ ഉണ്ടായിരുന്നു പിണറായി വിജയൻ അക്കാര്യത്തിൽ. അതുകൊണ്ടാണ് സെൻകുമാർ BJP പോയിട്ടും അവിടെ തന്നെ നിന്നുപോയി. BJP അക്കോമഡേറ്റ് ചെയ്തില്ല. ഏറ്റവും നല്ല സീറ്റ് കൊടുങ്ങല്ലൂരായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തില്ല, 2021 കൊടുത്തില്ല. മത്സരിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു, കൊടുത്തില്ല. അങ്ങനെ മോഡിയായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ കുറേ IAS ഉദ്യോഗസ്ഥന്മാരെ ദ്രോഹിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശാന്ത്, അതുപോലെ തന്നെ അശോക്. ഈ 2 പേരെയും തിരിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ തൽക്കാലം ഇവരെ പ്രധാനപ്പെട്ട പോസ്റ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സതീശൻ്റെ ആവശ്യം, അല്ല ഇപ്പോഴത്തെ പുതിയ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരെ പഠിക്കുക എന്നുള്ളതാണ്.
ഈ ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന രണ്ടുപേരാണ് മറ്റുദ്യോഗസ്ഥന്മാർ. വിശ്വസ്തരായ ഉദ്യോഗസ്ഥന്മാർ ആരാണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് നടക്കുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ എന്താണ്, അവിടെ നടക്കുന്ന പാരവയ്പ്പുകൾ എന്താണ്, അവിടെ വയ്ക്കുന്ന ഉദ്യോഗസ്ഥ നിയമത്തെ അട്ടിമറിക്കുന്ന പരിപാടികൾ എന്താണ്, ഇത്തരം കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും. അശോകൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, സെക്രട്ടറിയുടെ പല ഫയലുകളും കത്തിച്ച് കളയുന്നുണ്ട്, അതിന് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പല അഴിമതി രേഖകളും അതിലുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള വലിയ വലിയ സാധനങ്ങളാണ് അശോകൻ പുറത്തുവിട്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം ഈ ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞ് ഇലക്ഷൻ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് വരെ ഇദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നീട്ടുന്നത് കണ്ടു നമ്മൾ. റിസൾട്ട് വരുന്ന ഒരാഴ്ച മുമ്പെയാണ് പെട്ടെന്ന് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് സതീശൻ അതെല്ലാം ഒഴിവാക്കി ക്യാൻസൽ ചെയ്തിട്ടാണ് വീണ്ടും തിരിച്ചെടുക്കുന്നത്. ഇപ്പൊ ഈ സെക്രട്ടേറിയറ്റിൽ ഫയൽ കത്തിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സത്യം ഉണ്ടാവും? ഒരു അത്ഭുതം വേണ്ട. സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് അതിന് ഇപ്പം നമ്മൾ കുറച്ച് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മറ്റു ചർച്ച പറഞ്ഞതാണ്. ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് EDയും ഇൻകം ടാക്സുകാരൊക്കെ അന്വേഷിച്ച സ്വപ്ന സുരേഷിന്റെയും ശിവശങ്കറിന്റെയും പേരിലുള്ള സ്വർണ്ണക്കള്ളക്കെടുത്ത കേസിനെ കുറിച്ച് അന്വേഷിച്ച ഫയലൊക്കെ എവിടെയാണ് സൂക്ഷിച്ച? എവിടെയാണ്? സെക്രട്ടേറിയറ്റ് തന്നെ സൂക്ഷിച്ചിട്ട് പോയി. ഒരു മാസത്തേക്ക് അവർ ഇങ്ങോട്ട് പിന്നെ തിരിഞ്ഞു നോക്കില്ല. സെക്രട്ടേറിയറ്റിന്റെ കസ്റ്റോഡിയൻ ആരാ? അവിടുത്തെ ആ മുറിയുടെ കസ്റ്റോഡിയനോ അവിടുത്തെ കെയർ ടേക്കേഴ്സ് ആരാ? അവിടെ സംഭവിച്ചതന്നെ ഓർക്കുന്നുണ്ടോ? അവിടെ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, ഈ ഫയലെല്ലാം കത്തിപ്പോയി എന്നാ പറയുന്നത്. അത് തന്നെ ഇവിടെ സംഭവിക്കാവുന്ന സെക്രട്ടറിയിലുള്ള ഫയലുകൾ കത്തിച്ചത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ കത്തിയെന്ന് സർട്ടിഫിക്കറ്റും റെക്കോർഡും ഉണ്ടാക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ. ആരും കത്തിച്ചതല്ല, കത്തിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്ര ഗവൺമെന്റ് ഏൽപ്പിച്ച അന്വേഷണം നടത്തി കണ്ടുപിടിച്ച റെക്കോർഡുകൾ ഏൽപ്പിച്ച ആ റെക്കോർഡാണ് കത്തിപ്പോയത്. അതിൽ അത്ഭുതപ്പെടണം. അഭിമന്യുവിന്റെ കേസിലെ പ്രധാനപ്പെട്ട ഫയലൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയാണ്? എറണാകുളത്ത് കോടതിയെ ശ്രമിച്ചിട്ടല്ലേ പോയത്. ഇതൊരു കലാപരിപാടിയാണ്. സ്വാധീനമുള്ളവർക്ക് അവർക്കെതിരായി വരാവുന്ന ഫയലുകൾ നശിപ്പിക്കാനുള്ള സമയവും സന്ദർഭവും എല്ലാ ഭരണകൂടങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റായിട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു നോട്ടീസും കൊടുക്കാതെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ വന്നു, അല്ലെങ്കിൽ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് അറിയിച്ചിട്ടാണോ പറയേണ്ടത്? അത് പിണറായി വിജയനും വീണ വിജയനും കൂടെ മാറി താമസിക്കാനും ഇവിടുത്തെ ക്ലബ് ഹൗസിലുണ്ടായിരുന്ന ഫയലുകൾ കൊണ്ടുപോകാനൊക്കെ ഇഷ്ടംപോലെ സമയം കിട്ടിയില്ലേ? മാറ്റം ഇവർക്കറിയത്തില്ലേ? ഈ അപകടമുള്ള ഫയലാണ് അവർക്കറിയത്തില്ലേ? എല്ലാവരുടെ സെക്രട്ടറിമാർക്ക് അറിയത്തില്ലേ? അപ്പം അതിനുള്ള അവസരം കൊടുക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം നമ്മൾ എടുത്ത നമ്മുടെ സബ്ജക്ട് വിഷയം അശോകും പ്രശാന്തും, ഇത് കേവലം നമ്മളെ പേരുകൾ മാത്രമായിട്ട് എടുത്താൽ മതി. അവരുടെ ഇൻറ്റഗ്രിറ്റി ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം. ഒരു കേസിലും അശോക് പറഞ്ഞതിനായിട്ട് കേസ് എല്ലാ കേസും അയാൾക്ക് അനുകൂലമായിട്ട് നിൽപ്പുണ്ട്. പ്രശാന്തിൻ്റെ കാര്യത്തിൽ നിൽപ്പുണ്ട്. അവരെ തൊടാൻ പറ്റിയിട്ടില്ല. സസ്പെൻഷനുള്ള നടപടിക്ക് അപ്പുറത്തേക്ക് അവരെ പിരിച്ചുവിടലിലേക്കോ ഒന്നും പോയിട്ടില്ല. ട്രൈബ്യൂണലിൽ അവർക്ക് അനുകൂലമായിട്ട് കാര്യം റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പരസ്യമായിട്ട് പറയാം. എന്തേ പറഞ്ഞാൽ കുഴപ്പം? ഇന്നലെ തോമസ് ഐസക് ഒരു കാര്യം പറഞ്ഞു. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഈ AI സഹായത്തോടെയാണ് താളപത്രം തയ്യാറാക്കിയത്. ധനകാര്യ വകുപ്പിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ രേഖകൾ പുറത്തുപോയി. അത് രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണകൂടത്തിൽ? അത് ഇയാൾക്ക് അശോക് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഒരു ഫയല് എപ്പോഴാണ് രഹസ്യ സ്വഭാവം കൈവരുന്നത്? എപ്പോഴാണ്? എന്തെങ്കിലും പേടിക്കാൻ മാത്രം ഉണ്ടെങ്കിൽ. ആർക്ക് പേടിക്കാൻ? പറയുന്ന വ്യക്തിക്കോ ആ ഫയൽ ഒപ്പിടുന്ന വ്യക്തിക്കോ ഫയൽ കൈകാര്യം ചെയ്യുന്നവർക്ക്. അതെ, വേണ്ട, പറയുന്ന വ്യക്തിക്ക്. ഇപ്പൊ ഈ അശോകന് ഇത് ഫയലുകളുടെ പരസ്യമാകട്ടെ, രഹസ്യമാക്കേണ്ട ആവശ്യമില്ല. മന്ത്രിസഭാ യോഗത്തിലെ ചർച്ചകൾ എന്തുകൊണ്ട് നമുക്കറിഞ്ഞ പ്രശ്നം എന്താ? രാജ്യത്തിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ അല്ലേ? രാജ്യത്തിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല. നാളെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ രാജ്യത്തിന്റെ റാഫേൽ വിമാനം മേടിക്കണം, മൊറാഷ് മേടിക്കണം എന്നുള്ള തർക്കം വരികയാണെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് രഹസ്യമായിട്ട് വെക്കാം. കാരണം നമ്മൾ മേടിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനോ ചൈനയോ പോയത് മുഴുവൻ മേടിച്ചു തീർക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 10 വിമാനമാണ് ഒരു വർഷം സപ്ലൈ ചെയ്യാൻ ഫ്രാൻസിന് കഴിവുണ്ടെങ്കിൽ ആ 10 വിമാനവും കാശുള്ള രാജ്യം. ഇപ്പോൾ ചൈന പോയി അതിന് ബുക്ക് ചെയ്യാന്നിരിക്കട്ടെ, ഇന്ത്യക്ക് കിട്ടാൻ പിന്നെ അടുത്ത സമയം എടുക്കും. ഇത് തന്നെ 3 വർഷം കൊണ്ടാണ് ഡെലിവറി ഉണ്ടാകും. ഇന്ത്യക്ക് ഇത് കിട്ടാനായിട്ട് പിന്നെ താമസിക്കും. അത്തരം സൂത്രപ്പണിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ രഹസ്യമായിട്ട് വയ്ക്കും. 10 വിമാനം 2 വിമാനം മേടിക്കുന്നു എന്ന് പറയുള്ളൂ. അല്ലെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളെ കൊണ്ട് മേടിപ്പിക്കും, എന്നിട്ട് നമ്മൾ മേടിക്കും. അങ്ങനെ പല രംഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അത്രയും നമ്മൾ ഗൗരവത്തിൽ പോകണ്ട. ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ ഈ ഫയലുകൾ, അപകടകരമായ ഫയലുകൾ ഉണ്ടെങ്കിൽ, അപകടം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും വീണ വിജയനും അതുപോലുള്ള CPMന്റെ ഉന്നതന്മാർക്ക് അപകടകരമായ ഫയലുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഫയലുകൾ കത്തിക്കും. കത്തിച്ച് കഴിഞ്ഞിട്ട് പകുതി കത്തിയപ്പോഴും പറയും ഫയൽ കംപ്ലീറ്റ് അല്ല. ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ, ഒരു ജഡ്ജിയുടെ വിധി വന്നു. എന്താ വന്നത്? അറ്റമോ രാത്രിയുടെ ഒരു വേറെ കുത്തുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു ചെറിയ പോറല ഉണ്ടാകണമെങ്കിൽ അത് വധശ്രമമല്ല എന്ന് വേണം പറയാം. വെറുതെ പൂറിയല്ലേ എന്ന് ചോദിക്കും.
അത് ലാത്തിയുടെ അറ്റമാണ് കൊണ്ട് തലക്ക് കെട്ടിയത്, തല കഴിച്ച് ലാത്തിയുടെ അറ്റമുണ്ട്, അതുകൊണ്ട് മരണകാരണമാകുകയുള്ളൂ. അതിപ്പോ പറയേണ്ട കേസല്ല, വിചാരണ സമയത്ത് പറയേണ്ടതാണ്, ഇപ്പോഴാ പറയും. അപ്പൊ അങ്ങനത്തെ നിയമത്തെ വ്യാഖ്യാനിക്കാനുള്ള ഇഷ്ടം പോലെ പഴുതുകളുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു കുറെ 2 പേജ് കത്തിപ്പോയാൽ പറയാം, ഫയൽ മുഴുവൻ ഇല്ല, പിന്നെ അങ്ങനെ വിധി പറയും. 2 പേജ് കത്തിച്ചാൽ മുഴുവൻ കത്തിക്കണ്ട, ഒരു ഫയലിനെ മുഴുവൻ കത്തിക്കണ്ട, ആരെങ്കിലും ഒപ്പിട്ട ഭാഗം കത്തിച്ചാൽ മാത്രം മതി. ആരോ ഒപ്പിട്ടെന്നറിയത്തില്ല. അങ്ങനെ ഏതെല്ലാം കള്ളത്തരങ്ങൾ ചെയ്യാൻ, അതൊക്കെ മാസ്റ്റർ പീസ് എടുത്തവരല്ലേ, എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ് ഇവരെല്ലാം. സെക്രട്ടേറിയറ്റിലെ മിക്കവാറും എല്ലാ ഉദ്യോഗസ്ഥന്മാരും, സെക്രട്ടേറിയറ്റിലെ മാത്രമല്ല കളക്ടറേറ്റിലെയും വില്ലേജ് ഓഫീസിലൊക്കെ എന്തെല്ലാം നടക്കുന്നു. ഇതിന്റെ കൂടെ നമ്മൾ ഒരു വട്ടം ചർച്ച ചെയ്തതാണ്. എന്നാലും രതൻ യു കേൾക്കർ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു, കേരളത്തിന്റെ ചുമതലയുള്ള ആളായിരുന്നു, IAS. അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ VD സതീശന്റെ സെക്രട്ടറി ആയിട്ടാണ് VD സതീശൻ നിയമിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് പിന്നെ ഈ കോസ്റ്റൽ ഷിപ്പിംഗ്, തുറമുഖത്തിന്റെ കൈകാര്യം ചെയ്യാനുള്ള വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇൻഫോർമേഷൻ വിവരങ്ങളുടെയും പബ്ലിക് റിലേഷൻസിന്റെയും സാധനങ്ങളുടെ വകുപ്പ് കൊടുക്കുന്നു. വെൽഫെയർ എൽഡർലി, അതായത് മുതിർന്ന ആൾക്കാർക്കുള്ള പുതിയ കോൺഗ്രസ് പറഞ്ഞ സാധനം, ആ വകുപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, നമ്മൾ ഒരു വശത്ത് നമ്മൾ BJPയെ പ്രതികരിക്കാറുണ്ട്. BJP ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കോൺഗ്രസ് എക്കാലത്തും പറയുന്ന ഒരു കാര്യമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമതലയുള്ള ആൾക്കാരെ ഇലക്ഷൻ കഴിഞ്ഞാൽ BJP പർച്ചേസ് ചെയ്ത് BJPക്ക് MP-യോ രാജ്യസഭ MP-യോ MLA എങ്ങനെ ആക്കി കൊണ്ടുപോകും. ഇതേ പ്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് കാണാൻ പറ്റും? അതിൽ ഒരു 2 തരത്തിലത് വ്യാഖ്യാനിക്കാം. നമ്മൾ വ്യാഖ്യാനിക്കുന്നവൻ്റെ അവൻ്റെ താല്പര്യം അനുസരിച്ചിരിക്കും. ഇപ്പൊ സതീശൻ സതുദ്ദേശത്തോടെ ചെയ്യുന്ന, ഞാൻ 2 സംഭവങ്ങളൂടെ പറയാം, പരസ്പരം അറിയാവുന്ന സംഭവം പറയാം. നമ്മൾ ഋഷായ് സിംഗിന്റെ കാര്യം മുമ്പ് കഴിഞ്ഞ ചർച്ചയ്ക്ക് മുമ്പ് ഇപ്പൊ പറഞ്ഞോളൂ അല്ലേ. ഋഷായ് സിംഗ് കോട്ടയത്ത് SP ആയിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി CPM-ന് അനുകൂലമായി 1-2 നിലപാടെടുത്തു. പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു, താങ്കൾ CPM-ന് അനുകൂലമായി നിലപാടെടുക്കും? പറഞ്ഞില്ല, നോ. വാസവൻ പറയുന്നത് കേട്ടില്ല എന്നുള്ള പരാതി വേറെ വന്നു. അപ്പോൾ വാസവൻ എന്നാൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് പാർട്ടിയുടെ. അപ്പോൾ ഉടനെ ഋഷായ് സിംഗ് വിളിച്ചു, അത് കേൾക്കാതിരുന്ന തന്നെ. ഋഷായ് സിംഗ് പറഞ്ഞ മറുപടി, ഐ ആം ആൻസറബിൾ ടു മൈ ചീഫ് മിനിസ്റ്റർ, ഹീ ഈസ് മൈ ബോസ്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചെയ്യും. ചീഫ് മിനിസ്റ്റർ പറഞ്ഞാൽ ഞാൻ ചെയ്യും. വാസവൻ പറഞ്ഞാൽ ചെയ്യുകയെന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു. അത് ആ ഒരു അനുഭവം, ഈ ഉദ്യോഗസ്ഥൻ നല്ല ഉദ്യോഗസ്ഥനായിരിക്കും ചിലപ്പോൾ, പക്ഷെ ഭരണകൂടത്തോട് ലോയൽറ്റി കാണിക്കും. അത് അത്യാവശ്യമാണ്. ഭരണകൂടത്തോട് ലോയൽറ്റി കാണിക്കും. ആ ലോയൽറ്റി നല്ല രീതിയിൽ ഉപയോഗിക്കണോ ചീത്ത രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നത്. ഇതിന് സമാനമായ കേസ് മൻമോഹൻ സിംഗ് ലോകബാങ്കിന്റെ എല്ലാം കാര്യത്തിൽ എല്ലാ പ്രൈവറ്റൈസേഷനും കൂട്ടുന്ന സെക്രട്ടറി ആയിരുന്നു, റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു, അറിയാനുള്ളത്. പിന്നീട് ചന്ദ്രശേഖർ ഇടക്കാലത്ത് പ്രധാനമന്ത്രിയാകുമ്പോൾ ചന്ദ്രശേഖരന്റെ സെക്രട്ടറി ആരാ, ഫിനാൻഷ്യൽ അഡ്വൈസർ ആരായിരുന്നറിയോ? മൻമോഹൻ സിംഗ്. ചന്ദ്രശേഖര സ്വകാര്യവൽക്കരണത്തെ ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരു വ്യക്തി, അതിനെ പൂർണ്ണമായിട്ട് അനുകൂലിക്കുന്ന മൻമോഹൻ സിംഗിനെ എങ്ങനെ സെക്രട്ടറി ആക്കും എന്നുള്ള ചോദ്യം വന്നു. ക്യാബിനറ്റിലും പത്രക്കാരൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ഉത്തരം, ചന്ദ്രശേഖർ പറഞ്ഞ ഉത്തരം, ഒരു പേനാക്കത്തി അതുകൊണ്ട് വേണമെങ്കിൽ മാമ്പഴം കൊള്ളാം, നമുക്ക് ഒരു പഴം ചെത്തി തിന്നാം, ഒരാളെ കുത്തിക്കൊല്ലാം. മൻമോഹൻ സിംഗ് ഒരു നല്ല പേനാക്കത്തിയാണ്, ഞാൻ അതുകൊണ്ട് പഴം ചെത്തി തിന്നാൻ പോവാണ്, ആരെയും കൊല്ലാൻ പോവല്ല എന്ന് ആണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഉദ്യോഗസ്ഥന്മാർ, നല്ല ഉദ്യോഗസ്ഥന്മാർ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ഉദ്യോഗസ്ഥന്മാർ ഒത്തിരി പേര് കാണും. പക്ഷെ അവരെ എങ്ങനെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന ഭരണകൂടം, പൊളിറ്റീഷ്യനാണ്. അവിടെയാണ് ഇവിടെ പ്രശ്നം. ഈ ഉദ്യോഗസ്ഥൻ, കേൾക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ അശോകും പ്രശാന്തും മറ്റവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാർ അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല? നാളെ സതീശൻ അവർ വഴങ്ങിക്കൊടുക്കാത്ത അവസ്ഥ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും, അവിടെ പ്രശ്നമാവും. ഒന്നോർത്ത് വാങ്ങണം. CPM എടുത്ത് അതേ നിലപാട് സതീശനോട് എടുത്തു കഴിഞ്ഞാൽ പെടും എന്നുള്ളത്. അല്ല, സതീശനെ ഭരണകൂടത്തിൽ മന്ത്രിമാർക്ക് ഒത്തിരി വിട്ടുവീഴ്ച കഴിയേണ്ടി വരും പല കാര്യങ്ങളിലും. ഇപ്പം ലീഗ് ഒരു കാര്യം ആവശ്യപ്പെട്ടു, അല്ലെ ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു, അല്ലെ ഇപ്പം രമേശ് ചെന്നിത്തലയായിട്ട് സുകുമാരൻ ഒരു കാര്യം പറയുക, ഇന്ന CI ഒന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കാം, അല്ലെ SI ട്രാൻസ്ഫർ ചെയ്തേക്കാൻ പറയുകയും എങ്ങനെ ആഭ്യന്തരമന്ത്രി സെക്രട്ടറി ആക്കാൻ ചിലപ്പോൾ ചെയ്തില്ലെന്ന് വരും. അപ്പൊ അങ്ങനത്തെ ഒത്തിരി 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 പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഇവരെ പലരെയും. പക്ഷേ ഇവരുടെ സഹായം വേണം. ഇവർ നമ്മുടെ വിരൽത്തുമ്പിൽ തൊട്ടടുത്ത സാമീപ്യം കാണണം. ഇവരെ ഏത് സമയത്ത് കൺസൾട്ട് ചെയ്താൽ പോരെ. പിന്നെ മറ്റുള്ളവരുടെ ഹോസ്റ്റിലിറ്റി കുറയ്ക്കാൻ പറ്റും. ഒത്തിരി ഉദ്യോഗസ്ഥന്മാർക്ക് ഇവരോട് ദേഷ്യം കാണും. അതുകൊണ്ട് ഇല്ലാത്ത വിഷമങ്ങൾ മുഴുവൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ എങ്ങനെയൊക്കെ ദ്രോഹിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. ബാലകൃഷ്ണപിള്ളയ്ക്ക് പറ്റിയിട്ടുള്ളതാണ് പണ്ട്. ഈ ബാലകൃഷ്ണനുള്ള ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്.
വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നേരെ ജീവൻ നടത്താൻ നോക്കി. പിറ്റേ ദിവസം വഴി കാണുന്ന എല്ലാ വണ്ടി ഇവർ പിടിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയും പിള്ളേരുടെ ഓർഡറാണ്, മന്ത്രിയുടെ ഓർഡറാണ്. അപ്പം നാട്ടുകാരുടെ ശത്രു ആരായി? ഓവർലോഡ് നമ്മൾ എല്ലാ വണ്ടിയും പിടിക്കുക, യാത്രക്കാരെ പതിവഴി ഇറക്കി വിടുക. ബാക്കി യാത്രക്കാരെ പതിവഴി ഇറക്കി വിടുക. അങ്ങനെ അങ്ങനെ വന്ന് നാട്ടുകാരെ വില പറയുന്നത്. ഇവരാരെന്ന് പറയുന്നില്ല. അയ്യോ മന്ത്രി ഞങ്ങളെ ഫയർ ചെയ്യും, അതുകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ ഏക ശത്രുവായി. പോലീസിൽ ഒരു 10 പേരെ പിടിച്ചു മാറ്റാൻ പറഞ്ഞ അവനെ തല്ലിയും കയാലൊടിച്ചും പിടിച്ചു മാറ്റാം അല്ലേ, തല പൊട്ടിച്ച് ഇടിച്ചു മാറ്റാം. അപ്പോൾ ചീത്തപ്പേരിറക്കാം. ഇപ്പോൾ പിണറായി വിജയൻ ചീത്തപ്പേര് കേട്ട ആരുടെ പേരില്ല. ഞാൻ ഉദ്യോഗസ്ഥന്മാർ പിണറായി വിജയനെ സഹായിക്കുകയാണോ തല തല്ലി പൊട്ടിച്ച് ഉദ്യോഗസ്ഥന്മാർ ചെയ്തതെന്താ? അവരുടെ പ്രവൃത്തി കൊണ്ട് പിണറായി വിജയന് ലാഭം നഷ്ടം തന്നെ അവരുടെ. അപ്പോൾ അവരാർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചെന്നുള്ളത് രണ്ടാമത് അന്വേഷിക്കേണ്ടി വരും. പിണറായി വിജയൻ മണ്ടനായതുകൊണ്ടാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ ഒറ്റ സമയം കൊണ്ട് കാണിയല്ല. ഗാർഡ് ഓഫ് ഓണർ ചെയ്യാൻ ചെന്ന സതീശൻ അപ്പം തന്നെ നിങ്ങൾ വീട്ടിൽ പോകാൻ പറഞ്ഞില്ല, ഈ പണി കൊണ്ടുകൂടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള ആർജവം വേണം. അത് പിണറായി വിജയൻ ഇല്ലാതെ പോയി. അല്ലെ പിണറായി വിജയനെ തെറ്റിദ്ധരിപ്പിച്ചു, ഇതാണ് ഭരണം. ആൾക്കാരെ പേടിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മളെ ബഹുമാനിക്കുള്ളൂ. അങ്ങനെയുള്ള ചില ഹെഡ് മാസ്റ്റർമാരുണ്ട്, ഇത്രയും വലിയ വണ്ടിയും കൊണ്ടാണ് പിള്ളേരെ പേടിപ്പിക്കാനായിട്ട്. ഇടയ്ക്ക് മീശ അടിക്കുകയും ചെയ്യും. ആ സ്റ്റൈലിലാണ് പിണറായി വിജയൻ ഭരിച്ചു നോക്കിയത്. അത് എല്ലാ കാലത്തും ചിലവാകിയില്ല, എല്ലായിടത്തും ചിലവാകിയില്ല. തലമുറ മാറി, നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനം മാറി, അറിവുകളുടെ അടിസ്ഥാനം മാറി, നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കും. ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാരെ എനിക്ക് തോന്നുന്നത് ഇൻഡയറക്റ്റായിട്ടും ഈ ഗവൺമെന്റിനെ കാര്യമായി സഹായിക്കാൻ പറ്റുന്ന 2 ഉദ്യോഗസ്ഥന്മാരാണ്. ഇതുപോലുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെയും വേണേൽ കൊണ്ടുവരാം. കേന്ദ്ര സർവീസിലേക്കൊക്കെ ഡെപ്യൂഷൻ മേടിച്ച് പോയവരുണ്ട്, അവരെ കൊണ്ടുവരാം. ഈ രീതിയിൽ മുന്നോട്ട് പോയി ഇതുവരെ സതീശന്റെ പ്രവൃത്തികൾ, സതീശൻ്റെ എടുത്തു പറയുന്നു, മറ്റുള്ളവർ നാളെ എങ്ങനെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. സതീശനൊരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇലക്ഷൻ കാലത്ത് ആ പൊളിറ്റിക്കൽ ഡയറക്ഷൻ പറഞ്ഞ് ഏക നേതാവതാണ്. മറ്റത് വർഗീയത, ഫാസിസം, BJP, CPM, ഈ 3-4 കാര്യം. രാഷ്ട്രീയം പറഞ്ഞത്, പൊളിറ്റിക്സ് പറഞ്ഞത് സതീശനാണ്. വർഗീയതയ്ക്കെതിരായി പറഞ്ഞു വെച്ചാൽ അത് നടപ്പാക്കത്തക്ക രീതിയിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നടന്നു, അൻവറിൻ്റെ കാര്യത്തിൽ നിലപാടെടുത്തു. അന്നേരം അതിനൊക്കെ ഫലം കിട്ടി. സതീശനിൽ ജനങ്ങൾക്കൊരു വിശ്വാസം വന്നു. മറിച്ച് മറ്റവരാണ് ആ വിശ്വാസം കിട്ടിയില്ല. KC വേണുഗോപാലിനാണ് ആ വിശ്വാസം കിട്ടിയില്ല, രമേശ് ചെന്നിത്തലയ്ക്കാണ് ആ വിശ്വാസം കിട്ടിയില്ല. ചില കാര്യങ്ങളിലും പരസ്യമായിട്ട് സതീശൻ കോംപ്രമൈസ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. നാളെ വരെ രഹസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പുറത്ത് വരും ഉറപ്പായിട്ട്. ഇപ്പൊ രമേശ് ചെന്നിത്തല കോംപ്രമൈസ് ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 കേസ്, TP കേസ്, എവിടെ താഴാൻ വഴി കിട്ടുമല്ലേ അന്വേഷണം തന്നത്, എന്തേ ചെന്നു പോയത്? അതിന് രമേശിന് പറയാൻ വേറെ കാര്യം കാണും. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ട് കാണും. പ്രകാശ് കാരട്ട് പറഞ്ഞിട്ട് അവർ പറഞ്ഞു കാണും, കൂടുതൽ ഉപദ്രവിക്കരുത്, ഇവിടെ കൊണ്ട് നടത്തണം എന്ന് പറഞ്ഞാൽ അവർ നടത്തും. അത് രമേശും കുറ്റക്കാരനായിരിക്കണമെന്നില്ല. അപ്പം ഇങ്ങനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പറ്റണമെങ്കിൽ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. അതിൽ സതീശൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ശരിയായ നടപടിയാണ്. ഒരു 3-4 മാസം കഴിയുമ്പോൾ ഇവരെ ആവശ്യമുണ്ടെങ്കിൽ നാളെ ഇതെല്ലാം ഒരു 6 മാസത്തിനുള്ളിൽ ഇപ്പോൾ ചേഞ്ച് ചെയ്തിരിക്കുന്ന മുഴുവൻ മാറും. കാരണം ട്രയൽ ആൻഡ് എററാണ്. ഇന്നയാൾ നല്ലതായിരിക്കും മിടുക്കനായിരിക്കും എന്ന് പറഞ്ഞു കൊണ്ടുവരാൻ പറ്റിയില്ല, ശരിയാകണമെന്നില്ല. അപ്പോൾ ഇത് ട്രയൽ ആൻഡ് എററാണ്. കുറേ നല്ല ഉദ്യോഗസ്ഥന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ അത് മതി, അധികം വേണ്ട. കുറേ ഉദ്യോഗസ്ഥന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ ഭരണം ഗംഭീരമായിട്ട് പോകും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പം തിരിച്ചെടുക്കാത്തതിൽ നമ്മൾ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റാണ് കൊടുത്ത് ആഭ്യന്തര സെക്രട്ടറി ആക്കിയില്ല, ധനകാര്യ സെക്രട്ടറി ആക്കിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവരുടെ സർവീസ് എവിടെ വെച്ച് ഉപയോഗിക്കാം? ഇവരോട് ചോദിക്കുക, ധനകാര്യ വകുപ്പിലെ സെക്രട്ടറി പോക്കൃത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കറിയാം, അശോകനറിയാം, ഉറപ്പായിട്ട് അറിയാൻ പറ്റും. അശോകനോട് എന്നാ സംഭവിച്ചെന്ന് ചോദിക്കുക. അപ്പം നേരെ ധനകാര്യ സെക്രട്ടറി വിളിച്ചാൽ പോരെ, എന്നാ ചെയ്തിരിക്കണമെന്ന് ചോദിക്കാമല്ലോ. അവർക്ക് ഇവർക്ക് അന്വേഷിക്കാനും ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും ഫ്രീ ആയിരിക്കുകയും ചെയ്യും. ജോലിയുടെ ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. അതാണ് ഈ മാറ്റത്തിൻ്റെ നല്ല ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. നാളെ അത് വഴിതിരിഞ്ഞു പോകുമെന്ന് അറിയത്തില്ല. ഒരു കാറ്റടിച്ചാൽ ഇങ്ങോട്ടും പോകാം. അതാണ് രാഷ്ട്രീയം, അതാണ് മന്ത്രിസഭ, അതാണ് മന്ത്രിമാർ.